പാഠം 860. ഒരു മുൻകരുതലിന്റെ കഥ. സ്ഥലം മാറിപ്പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ബലരാമന് PWD സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ യാത്രയയപ്പ് നൽകി. സത്യസന്ധനും കൃത്യനിഷ്ഠക്കാരനുമായിരുന്നു ബലരാമനെന്ന് യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം പ്രശംസിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അടിമുടി സത്യസന്ധനായിരിക്കണമെന്ന് മറുപടി പ്രസംഗത്തിൽ ബലരാമൻ പറഞ്ഞു. ഇതാണ് മാന്യമായും സത്യസന്ധമായും ജോലി ചെയ്താലുള്ള പ്രതിഫലം. PWDയിലെ ബലരാമൻ സാർ സ്ഥലം മാറി പോവുകയാണ്. ഓഫീസിലുള്ളവർ എല്ലാരും കൂടി ചേർന്ന് സാറിന് കൊടുത്ത യാത്രയപ്പിന്റെ വാർത്തയും ഫോട്ടോയുമാണ് ഇത്. ഈ ബലരാമൻ സാറ് ശരിക്കും എന്നെ പോലെയാണ്. സത്യസന്ധൻ. ജോലികളെല്ലാം കൃത്യസമയത്ത് തീർക്കും. ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങില്ല. ഈ ഭാര്യയോടുള്ള പെരുമാറ്റം എങ്ങനെയാ? അതും മോഹനേട്ടനെ പോലെ തന്നെയാണോ? ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ പഠിക്കുക. നമ്മുടെ നാട്ടിൽ ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ വേറെ കാണില്ല എന്ന് എത്രയോ പേരാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത്, അറിയാമോ? ബലരാമൻ സാറിനൊന്ന് പരിചയപ്പെടും ഞാൻ ഒരുപാട് നാളെ ആഗ്രഹിക്കുക. അപ്പോഴേക്കും സാറിന് സ്ഥലമാറ്റായി പോയല്ലോ. സാധാരണ PWDയിലെ അവസ്ഥ അറിയാലോ, മൊത്തം അഴിമതിയാ. പക്ഷേ ബലരാമൻ സാർ വന്നതിന് ശേഷം ഇവിടത്തെ സെക്ഷനിൽ 1 രൂപയുടെ അഴിമതി പോലും നടന്നിട്ടില്ല. കോൺട്രാക്ടർമാരൊക്കെ സാറിന് ശത്രുക്കളായി. കാരണം എന്താ? കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ സാർ സമ്മതിക്കില്ല. സാറിനെ സോപ്പിടാനും കൈക്കൂലി കൊടുക്കാനും ഒക്കെ ആയിട്ട് അവരൊരുപാട് ശ്രമിച്ചതാ. പക്ഷെ ഒന്നും നടക്കൂലല്ലോ. ഇപ്പൊ ഒരു റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് പോകണമെന്നിരിക്കട്ടെ, കോൺട്രാക്ടർമാർ കാറുമായിട്ട് വരും. പക്ഷെ ബലരാമൻ സാർ കയറൂ? ഇല്ല. സാറിന് സ്വന്തമായ കാറില്ലാത്ത കൊണ്ട് സാർ ഓട്ടോറിക്ഷ പിടിച്ചു പോകും. അതിന്റെ പൈസ വേറെ ആരെങ്കിലും കൊടുക്കാൻ സാർ സമ്മതിക്കുകയില്ല. ഒരിക്കൽ ഏതോ കോൺട്രാക്ടർ സാർ ചായ കുടിച്ച പൈസ സാറിനോട് ചോദിക്കാതെ കൊടുത്തിട്ട് സ്ഥലം വിട്ടളഞ്ഞു. സാറ് വിടുവോ? നേരെ പോയൊരു ഓട്ടോ പിടിച്ച് ആ കോൺട്രാക്ടറെ പിറകെ പോയി വീട്ടിൽ ചെന്ന് കാശ് കൊടുത്തു. അപ്പൊ ഇവിടത്തെക്കാട്ടിലും മൂത്തതാണ്. അപ്പൊ നല്ല പ്രാന്താന്ന് പറയായിരുന്നു. ഒരു ചായക്ക് എത്ര രൂപ മോനട്ട? 7 8. അത് കൊടുക്കാനായിട്ട് ഓട്ടോ പിടിച്ചു പോയപ്പോഴോ എന്തായാലും 50 രൂപയെങ്കിലും ആയിട്ടുണ്ടാവില്ലേ? അത് പ്രാന്തല്ലാതെ പിന്നെ വേറെ എന്താ മോനട്ട? നിനക്ക് സത്യസന്ധത ആദർശമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യസന്ധത തെളിയിക്കാനായി എത്ര രൂപ ചെലവാക്കിയാലും അതിൽ ഒരു തെറ്റ് വിചാരിക്കേണ്ട കാര്യമില്ല. കള്ളന്മാരുടെയും പിടിച്ചുപിടിക്കാരുടെയും കേസ് വാദിക്കുന്ന നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യമേ ചെയ്യൂ, സത്യമേ പറയൂ എന്ന് ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. നീ മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടില്ലേ? വന്ന് ഈ ബലരാമ സാറ് ഗാന്ധിജിയെ പോലെയാണ് എന്നാണോ പറഞ്ഞു വരുന്നേ? അതും കഴിയുമ്പോ മോഹനേട്ടൻ പറയും ബലരാമ സാറിനെ പോലെയാണ് മോഹനേട്ടൻ എന്ന്. അതല്ലേ ഈ ബലരാമ പുരാണത്തിന്റെ ഉദ്ദേശം? ഞാൻ ഒരു സത്യസന്ധനാണ് എന്ന് പ്രത്യേകം പറഞ്ഞ കാര്യമൊന്നുമില്ല. എനിക്ക് പ്രമോഷൻ കിട്ടി ഇവിടുന്ന് സ്ഥലം മാറി പോകുമ്പോ ഈ നാട്ടുകാരും ഓഫീസിലുള്ളവരും ചേർന്ന് എനിക്ക് യാത്രയയപ്പ് നടത്തും. അന്നും ഇതുപോലെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ കാണും. അപ്പൊ നീ അസൂയപ്പെടരുത്. പത്രത്തിൽ പടം വരാനാണെങ്കിൽ അതിന് മാത്രം പാടൊന്നുമില്ലല്ലോ മോനട്ടാ. സപ്ലൈ ഓഫീസിലെ ഗോവിന്ദൻകുട്ടിയുടെ പടം ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നില്ലേ? ചുറ്റും നാട്ടുകാരും ഉണ്ടായിരുന്നു. ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അത് നിന്റെ ബലരാമൻ സാറിന്റെ കാര്യം പറയുമ്പോ ഗോവിന്ദൻകുട്ടിയുടെ കാര്യം പറയുന്നു. അഹങ്കാരി. നീ എന്ത് വൃത്തിടാ പറഞ്ഞിരുന്ന? PWDയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബലരാമൻ സാറിനെ പറ്റി പറയുമ്പോ നീ എന്തിനാ സപ്ലൈ ഓഫീസിലെ ഗോവിന്ദൻകുട്ടിയുടെ കാര്യം പറയുന്നത്? പറയാതെ പറ്റില്ലല്ലോ മോനട്ടാ. ഗോവിന്ദൻകുട്ടിയും മോഹനേട്ടന്റെ മുന്നിൽ മഹാമാനായിരുന്നല്ലോ മിനിങ്ങാന്ന് വരെ. കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങൂല, മാന്യൻ, സത്യസന്ധൻ. ഒടുവിൽ എന്തായി? എന്തുണ്ടാവാൻ? എന്താ ഉണ്ടായെന്ന് ഞാൻ ഇനി പറഞ്ഞു തരണോ? സ്ഥിരമായ ഗോവിന്ദൻകുട്ടി അന്വേഷിച്ച ഒരു പെണ്ണ് ഓഫീസിൽ ചെന്നപ്പോ അതാരും സംശയിക്കാൻ പോയില്ല. എന്തായാലും ഓഫീസ് കാര്യത്തിൽ വന്നായിരിക്കും എന്ന് കരുതി. അത് കഴിഞ്ഞ് ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ ഇല്ലാത്ത നേരം നോക്കി മേൽ പറഞ്ഞ പെണ്ണ് വീട്ടിൽ കയറി ചെന്നതോടെ സംഗതിയാകെ പ്രശ്നമായി. നാട്ടുകാര് കൂടി പെണ്ണിനെയും ഗോവിന്ദൻകുട്ടിയെയും പിടിച്ചു വെച്ചു.
അപ്പോഴല്ലേ കക്ഷിയുടെ കയ്യിലിരിപ്പ് നാട്ടുകാരും കൂടെ അറിയുന്നത്. അത് ഗോവിന്ദൻ കൂടി അറിയാതെ വല്ല അബദ്ധത്തിൽ ചാടിയതായിരിക്കും. ഒച്ചുച്ചുച്ചു, അങ്ങനെ അറിയാതെ അബദ്ധത്തിൽ വന്ന് ചാടാൻ ഗോവിന്ദൻകുട്ടി ഇല്ല കുഞ്ഞല്ലേ. ഞാൻ നോക്കിയിട്ട് കുഴപ്പം മുഴുവൻ ആ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയ്ക്കാണ്. ഭർത്താവ് പതിവിൽ കൂടുതൽ മറ്റു സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നതും ഇടപഴകുന്നതുമൊക്കെ അവർ ശ്രദ്ധിക്കണമായിരുന്നു. ആണല്ലേ ജാതി, എപ്പോഴാ വേണ്ടാദിനം കാണിക്കാന്ന് ആർക്കറിയാം. നീ അങ്ങനെ ആണുങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് വേണ്ട. ചില ആണുങ്ങള് ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. അവസരം കിട്ടിയ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാന്നാ മോഹനേട്ട പറയുന്നത്. ഇപ്പൊ തന്നെ മോഹനേട്ടന്റെ കാര്യം എടുക്കാം. ആള് ശുദ്ധനാണ്, നിരുപദ്രവകാരിയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് കണക്കൂട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മോഹനേട്ടന്റെ മനസ്സ് മറിയാലോ. സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയെ പണ്ട് മേനക കറക്കി വീഴ്ച കഥ അറിയാലോ മോഹനേട്ടന്. വേറെ പറഞ്ഞതേ ഉള്ളൂ. ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയ്ക്ക് പറ്റിയത് എനിക്ക് പറ്റരുതല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെയധികം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു കണ്ണ് എപ്പോഴും മോഹനേട്ടന്റെ മേലുണ്ടാവും. എന്റെ ഒരു കണ്ണല്ല, എന്റെ 2 കണ്ണും മോഹനേട്ടന്റെ മേലുണ്ടാവും. പറഞ്ഞിട്ട് പോയത് നീ ആ പറഞ്ഞിട്ട് പോകുന്നത് ഭയങ്കര വൃത്തികേടാണ്. എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കെ മോഹനേഷ് സാർ വലിയ മാന്യനാണെന്ന്. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ വല്ല മനംമാറ്റം ഉണ്ടായി പോയാലോ എന്ന് കരുതി ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നു. മോഹനേട്ടൻ വിഷമിക്കണ്ട. അതിന്റെ പേര് ഞാൻ മോഹനേട്ടന്റെ പിന്നാലെ വരത്തൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ മുഖം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. അതൊക്കെ ഉണ്ട്. ഭർത്താവിനെ പറ്റി ശ്രദ്ധയുള്ള ഭാര്യമാർക്ക് അങ്ങനെ ചില ട്രിക്കുകളൊക്കെ അറിയാം. ഏതെങ്കിലും ഒരു പെണ്ണ് മോഹനേട്ടനെ ആവശ്യത്തിൽ കൂടുതൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വിവരം അറിയും. പക്ഷെ മോഹനേട്ടൻ പേടിക്കണ്ട, ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനൊന്നും വരില്ല. ഒരക്ഷരത മിണ്ടുകൂടിയില്ല. പകരം മോഹനേട്ടൻ ഒരു വക്കീൽ നോട്ടീസ് വരും. വലിയ വില്ലേജ് ഓഫീസറായിട്ട് ഡൈവോഴ്സിന് നടപടിക്രമങ്ങളൊന്നും മോഹനേട്ടൻ അറിഞ്ഞൂടെ? ആദ്യം വക്കീൽ നോട്ടീസ്, പിന്നെ കേസ്, കോടതി, വിസ്താരം, വാദം, അങ്ങനെ അങ്ങനെ അങ്ങ് പോവും. പാവം പേടിച്ചു എന്തോ. ഹലോ, മോഹനേഷ്ണ സാറല്ലേ? അതെ, ആരാ? ഞാൻ വിലാസിനിയ സർ. ഹലോ ഹലോ. ആ ഹലോ, എന്താ വേണ്ടത്? ഞാനിപ്പോ 3ാമത്തെ തവണയാ സാറിനെ വിളിക്കുന്നത്. ഇന്ന് എനിക്ക് സാറിനെ കണ്ടേ പറ്റൂ. എന്താ കാര്യം? കാര്യം ഞാൻ പറഞ്ഞല്ലോ സർ. എനിക്ക് വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. എന്റെ ഹസ്ബൻഡിന്റെ സ്വഭാവം സാറിന് അറിയാഞ്ഞിട്ടാ. ഒരു കാര്യം തീരുമാനിച്ചതാ. നമ്മുടെ ഇടപാട് ഇന്ന് തന്നെ തീർക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ സർ. ഇടപാടുണ്ടെന്ന് സാറിനും അറിയാം, എനിക്കും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് വരട്ടെ? എങ്കിൽ ഓഫീസിലേക്ക് വരാം. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, ഞാൻ ഈ PK സോമിലിന്റെ ഇപ്പുറത്തുള്ള വളവിൽ നിൽക്കാം. സാർ ഇങ്ങോട്ട് വന്നാ മതി. സാർ വെറുതെ അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അരമണിക്കൂർ ഞാനിവിടെ നിൽക്കും. അതിനുള്ളിൽ സാർ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും. അവര് രണ്ടും കളിപ്പിച്ചാണല്ലോ. ആരായിരുന്നു മോനോട്ടാ? ഈ പുഷ്കരൻ, ഈ ബാക്കറി നടത്തുന്ന പുഷ്കരൻ, ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വിളിച്ച. ഈ ഗോവിന്ദൻകുട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള നേരാ. പക്ഷെ എല്ലാരും അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാനാണെങ്കിൽ നിന്റെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല. ഇതുവരെ അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ അതില് വല്ല മാറ്റം വന്നാലത്തെ കാര്യമാണ് ഞാൻ മോഹനോട് പറഞ്ഞത്. ഞാനൊരു വില്ലേജ് ഓഫീസറാണല്ലോ. അപ്പൊ എനിക്ക് പല സ്ത്രീകളുമായിട്ടും സംസാരിക്കേണ്ടതായിട്ട് വരും.
അതൊക്കെ ഒരു തെറ്റാണെന്ന് പറയാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഓഫീസ് കാര്യത്തിന് ഒരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നതും അല്ലാതെ സംസാരിക്കുന്നതും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു വിവരമൊക്കെ എനിക്കില്ലേ? ഞാനൊരു പെണ്ണല്ലേ, അതും ഒരു വക്കീല്. ഇതാരാ പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഈശ്വരാ, അതവളായിരിക്കും. ഹലോ, അതെ ഉണ്ടല്ലോ. ആര്? അതെയോ? അവള് തന്നെ. അത് ശരി. കുറച്ചു മുന്നേ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എന്നിട്ട് മോഹനേട്ടനോ? ഞാനല്ല. ഈശ്വരാ, ഇപ്പൊ എന്താ വേണ്ടത്? മോഹനേട്ടൻ ഫോൺ കൊടുക്കട്ടെ? വേണ്ട. ശരി, ഞാൻ പറയാം. എനിക്കറിയില്ല അതാരാണെന്ന്. സത്യമായിട്ട് എനിക്കറിയില്ല. മോഹനേട്ടനെ അറിയും. ഞാനല്ലേ ഫോണിൽ സംസാരിച്ചത്? അതെ, ആ, പക്ഷെ വിളിച്ച ആരാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മോഹനേട്ടൻ ആള് കൊള്ളാലോ മോനേട്ടാ. കുറച്ചു പിന്നെ മുറ്റത്ത് വെച്ച് പറഞ്ഞെന്താ? ജീവിതത്തിൽ സത്യം മാത്രമേ ചെയ്യൂ, സത്യം മാത്രമേ പറയൂ എന്നൊക്കെയല്ലേ? എന്നിട്ടാണോ ഈ പച്ചക്കള്ള എന്നോട് പറഞ്ഞത്? എന്ത് കള്ള? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ. കുറച്ചു മുന്നേ ഫോൺ ചെയ്തത് ആരാണെന്നാ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്? പിന്നെ ഈ എന്തിനാണ് ഇങ്ങനെ നട്ടക്കുരുക്കാത്ത കള്ളം പറയുന്നത്? മോഹനേട്ടൻ എന്നോട് പറഞ്ഞു ബേക്കറി നടത്തുന്ന പുഷ്കരനാണ് വിളിച്ചത്, പുഷ്കറിന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ വിളിച്ചതും പുഷ്കരനാ. നേരത്തെ ഇങ്ങോട്ട് വിളിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. ഈ ശരിക്കും നേരത്തെ വിളിച്ച വേറൊരാളാ. ഒരു പുഷ്പാങ്കതൻ. ഒരു ജാതി സർട്ടിഫിക്കറ്റ് കാര്യം പറയാൻ വിളിച്ചതാ. എനിക്ക് ഈ പുഷ്കരനും പുഷ്പാങ്കതനും തമ്മിൽ മാറിപ്പോയി, അതാ സംഭവിച്ചത്. പുഷ്കരന്റെ വരുമാന സർട്ടിഫിക്കറ്റിൽ മോഹനേട്ടൻ തുക കൂട്ടി എഴുതി അതൊന്ന് കുറച്ചു തരണമെന്ന് പറഞ്ഞപ്പോ മോഹനേട്ടൻ പുഷ്കരനെ ചീത്ത വിളിച്ചു എന്നാണ് പുഷ്കരൻ എന്നോട് പറഞ്ഞത്. അത് നേരാണോ? ആ, വർഷം 20,000 രൂപ വരുമാനമുള്ളതെന്ന് പറഞ്ഞ് പുഷ്കരൻ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ ഞാൻ അവിടെ എടുത്തു കൊടുക്കും. ആ ബേക്കറിയിൽ നിന്ന് മാത്രം 1,00,000 രൂപ വരുമാനം കിട്ടും. കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എനിക്ക് കിട്ടില്ല. ഞാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ആയാ മതി. വക്കീലേ, ആ ഉത്തമന എന്താ വന്നെന്ന് ചോദിക്കേ. പുഷ്കരനെ വിളിക്കാണ്ട് ഒരു നേരം. വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ച് വില്ലാപ്പിസിലേക്ക് വാ. പുഷ്കരനെ വെച്ചിട്ടുണ്ട്. നമസ്കാരം വക്കീലേ. ഓ, നമസ്കാരം. എന്താണ് രാവിലെ? പിന്നെ പ്രസന്നന്റെ കേസിന്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അടുത്ത അവധി എന്നായിരിക്കും? അയ്യോ, ഇപ്പോഴെങ്കിലും അതൊന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ, വളരെ നന്നായി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പ്രസന്നെ വിളിച്ചോണ്ടിരിക്കുക, ഫോൺ എടുക്കൂല. ആ, ഞാൻ ഫീസ് ചോദിക്കുമെന്ന് കരുതിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇപ്പൊ ഉത്തമനെ പറഞ്ഞു വിട്ടേക്കണു. അല്ല, അങ്ങനെയൊന്നും അല്ല വക്കീലേ. അവനെ കുറച്ച് തിരക്കിലായി പോയിന്നാ പറഞ്ഞേ. ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ഓ ശരി, ആയിക്കോട്ടെ. പ്രസന്നോട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. കാര്യങ്ങൾ കക്ഷിയോട് നേരിട്ട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമസ്കാരം സാർ. ആ, ഉത്തമ, മാന്യന്മാരെന്ന് പുറമേ നടിച്ചടക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാര് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളെ പറ്റി ഞാൻ മോഹനോടൊപ്പം സംസാരിച്ചോണ്ടിരിക്കും. സാറ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളെ അല്ല. ഞാൻ പറഞ്ഞത് സപ്ലൈ ഓഫീസിലെ ഗോവിന്ദൻകുട്ടിയുടെ കാര്യല്ലേ. അയ്യോ, മോഹനേട്ടൻ അത്ര ഇടപാടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയെ പോലെ ഒന്നും അല്ലല്ലോ ഞാൻ. അറിയാലോ, ഞാൻ ഒരു വക്കീലല്ലേ. വില്ലേജ് ഓഫീസർ കോടതി കയറി നക്ഷത്രം എണ്ണം. ശരി. അയ്യോ പിന്നെ സാറേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എനിക്ക് ഉത്തമന്റെ സഹായം വേണം. എന്താണ് സാറേ? നമ്മുടെ ബഷീറിന്റെ തടിമിലിന്റെ ഇപ്പുറത്തെ വളവില് ഒരു പെണ്ണ് നിൽപ്പുണ്ട്. ഉത്തമൻ അവളെ കണ്ട് എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് അന്വേഷിച്ചു വരണം. പെണ്ണാ? ഏത് പെണ്ണ്? ഏത് പെണ്ണാന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞൂടാ. വിലാസിനി എന്നാണ് അവളുടെ പേര് പറഞ്ഞത്. ഏത് വിലാസിനി? അതെനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത്. മെനിഞ്ഞാന്ന് അവൾ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് എന്നെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ അവൾ പറയുക, അങ്ങനെ എന്നെ മറക്കാൻ സമയമായോ, സാറ് അടവൊന്നും ഇറക്കണ്ട എന്ന്. ആ സംസാരം കേട്ടപ്പോഴേ എനിക്കൊരു കുഴപ്പം തോന്നി. എന്തോ പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് ഉറപ്പാ.
ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് തിരക്കാ, കാണാൻ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞ് ഇന്നലെ അവൾ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ അങ്ങോട്ട് വരും എന്ന്. ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞാലേ കാണാൻ പറ്റൂ എന്ന്. അപ്പോ അവൾ പിന്നെയും പഴയ സംഭാഷണം. എന്നെ സാറിന് അറിയാം, സാറ് കാരണം എന്റെ ഭർത്താവ് എന്നെ എന്ന് മഴക്കുറയാ, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് സാറിനെ കണ്ടു പറ്റൂ എന്ന്. എനിക്ക് എപ്പോഴും ഉറപ്പായി സംഗതി ആകെ പ്രശ്നമാവുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര തിരക്കാണ് എന്ന്. കുറച്ചു അവൾ വീണ്ടും വിളിച്ചു. അവൾ വഴി നിൽക്കുക, ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ട് ഇടപാട് തീർത്തില്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. എന്തിടപാട്? അതെനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ സാറേ? എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? സാർ അറിയാത്ത ഒരു ഇടപാടിന്റെ പേരിൽ ഒരു പെണ്ണ് സാറിനെ അന്വേഷിച്ച് വരുന്നത് എങ്ങനെയാണ്? അത് ഉത്തമം കണ്ടുപിടിക്കണം. ഞാനാ അവളെ കണ്ട് നയത്തിൽ സംസാരിച്ച് അവളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് അറിയണം. ഞാൻ ചോദിച്ചാ അവള് പറയൂ? നേരെ പോയി ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ തന്ത്രപരമായി അവളുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വിട്ട ആളാണ് ഉത്തമനെന്ന് ഒരു കാരണവശാലും ഒക്കെ മനസ്സിലാവരുത്. വെറുതെ ഒരു വഴിപോകനായിട്ടൊക്കെ അഭിനയിച്ചാൽ മതി. അങ്ങനെ വെറുതെ ഒരു വഴിപോക്കനോട് അവള് കാര്യങ്ങളൊക്കെ പറയൂ? അതല്ലേ പറഞ്ഞു തന്ത്രപരമായിട്ടെന്ന്. അല്ല അതിപ്പോ സാറേ, ഞാൻ ഇപ്പൊ അവളോട് ഇങ്ങനെ തന്ത്രപരമായി ഒരു പെണ്ണിനോട് നയത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളാണോ ഈ തൊപ്പി പിടിച്ച് നടക്കുന്നത്? അല്ല, അങ്ങനെ നയത്തിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുള്ള മിടുക്ക് സാറിന് ഇല്ലാത്തത് കൊണ്ടാണല്ലോ സാർ ഇപ്പൊ ഈ ഉത്തമനെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം, ബാക്കിയൊക്കെ സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു കാരണവശാലും അവിടെ ഇങ്ങോട്ട് വരരുത്, വന്നാ ഭാമസംഗതിയും പ്രശ്നമാവും. അത് മാത്രമല്ല, ആഫീസിലേക്ക് വന്നാൽ അതിലും പ്രശ്നമാവും, നാട്ടുകാർ മുഴുവൻ അറിയാം, അത് ആ കുഴപ്പമാവും. സപ്ലൈ ഓഫീസിലെ ഗോവിന്ദൻകുട്ടിയുടെ കാര്യം അറിയാലോ. അല്ല, അത് പെണ്ണ് കേസല്ലേ അത്? അപ്പൊ ഇതും അതുപോലെയൊക്കെ തന്നെയാണോ സാറേ? പിന്നെ സാറേ, അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ നിൽക്കൂല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഉത്തമനോട് പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടല്ലേ? അവളെ പേരെന്തെന്ന് പറഞ്ഞേ? വിലാസിനി. വിലാസിനി, ശരി, നോക്കട്ടെ, ഉറപ്പില്ലേ? ഹലോ ഹലോ സാർ, ഞാനാ വിലാസിനി. ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറയാതെ സാർ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? പിന്നെ ആരൊക്കെ ഇപ്പൊ എന്ത് മറുപടി പറയാനാ? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞാ മതിയോ? ഞാൻ ഈ വഴിയിൽ തന്നെ നിൽക്കുക. സാർ എപ്പോ വരും? ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, എനിക്കിവിടെ ഭയങ്കര തിരക്കാ. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. അതൊന്നും നടക്കില്ല. ഇക്കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാതെ എന്നെ വീട്ടിൽ കേട്ടില്ലെന്നാ എന്റെ ഹസ്ബൻഡ് പറയുന്നത്. അങ്ങേരുടെ സ്വഭാവം അങ്ങനെയാ, വെട്ടൊന്ന് മുറി രണ്ട്. എനിക്കിന്ന് സാറിനെ കണ്ടേ പറ്റൂ. സാർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്താ വേണ്ടത്? ഹലോ ഹലോ, ആരായിരുന്നു? വിലാസിനി. വിലാസം ചോദിച്ചു വിളിച്ചതാ, എന്തോ എഴുത്ത് അയക്കാനുണ്ട്. കൃത്യമായിട്ട് വിലാസം വേണോന്ന്. ആര്? ഈ വില്ലേജ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവർക്ക് ബില്ല് അയക്കാൻ വേണ്ടി വിലാസം വേണോന്ന്. അങ്ങനെ വിലാസം ചോദിച്ചു വിളിച്ചതാ. എന്നിട്ടാണോ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാൻ മോനോടും പറഞ്ഞത്? വിലാസം പറഞ്ഞു കൊടുക്കാൻ 1 മിനിറ്റ് പോരെ? അങ്ങനെ പറഞ്ഞു. നമ്മളിങ്ങനെ തിരക്കിലായിരിക്കും വിളിച്ച പിന്നെ നമുക്കൊന്ന് ദേഷ്യം വരില്ലേ? ദേഷ്യം ചിലപ്പോ അങ്ങനെ പറഞ്ഞിരിക്കും. ഇപ്പൊ മോനോട് എന്താ തിരക്ക്? എനിക്ക് പല തിരക്കുകൾ കാണും, അപ്പൊ ഇതിനടുത്ത് പറയാൻ പറ്റുമോ? അയ്യോ, അല്ല, എന്ത് കഴിഞ്ഞ ആഴ്ചയിലെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത്. ഇവിടെ വന്ന റീഡിംഗ് എടുത്ത് ബില്ല് തരുന്നതിന് എന്തിനാണ് ഈ വിലാസം? അതെ, വിലാസം എന്തായാലും വേണമല്ലോ, അവിടെ ഉണ്ടായിരുന്ന കളഞ്ഞുപോയി. ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവർക്ക് ഒരു ഉത്തരവാദിത്തമില്ലല്ലോ, അവർക്ക് തോന്നുമ്പോഴൊക്കെയല്ലേ ചോദ്യം ചെയ്യുന്നത്. വലിയ ഓഫീസിലെ കാണാമായിരുന്നു. നീ പോയി ചോദിച്ചു നോക്കി, എനിക്ക് ഓഫീസിൽ പോകുന്ന നേരമായി. വേഗം പോയിട്ടോ.
അപ്പൊ ഇതാണോ സാറ് പറഞ്ഞ കക്ഷി? ഉം? എന്ത് പറഞ്ഞാണൊന്ന് മുട്ടുക? ആ, അത് തന്നെ. അയ്യോ അയ്യോ. ആ, ശ്ശോ. ഇതെന്ത് പറ്റി? വണ്ടിക്ക് നിൽക്കാൻ കണ്ട ഒരു സമയം സ്റ്റാർട്ടാവും. ഇനി ഇതെന്നും ഇങ്ങനെ തന്നെ. ഹോ. അയ്യോ വണ്ടി നിന്നു ഏട്ടാ. പെട്രോള് തീർന്നു പോയതാണ് ആന്തോ. ഇന്നലെ ഒഴിച്ചതാണല്ലോ. ആ പെട്രോള് തീർന്നു പോയി. അത് തന്നെ. പിന്നെ ഹലോ, ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കല്ലേ. ഞാനേ അപ്പുറത്ത് പോയി പെട്രോൾ വാങ്ങിച്ചോണ്ട് വരുന്നത് വരെ ഈ വണ്ടി ഒന്ന് നോക്കിയോളൂ. ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്ത് പമ്പുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്രോൾ വാങ്ങിച്ചോണ്ട് വരാം. അതുവരെ ഒന്ന് നോക്കിയോണ്ടാ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഓ. ഞാൻ ഒരാളെ കാത്തു നിൽക്കാണ്. അയാൾ വന്നാൽ എനിക്ക് പോണം. ആ, ഈ ഭാഗത്ത് ഒന്നും കണ്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. എന്താണ് പേര്? അല്ല, എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ ആരും ഈ നാട്ടിലില്ല. പിന്നെ ചേച്ചിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പുറത്തുനിന്നുള്ള ഒരാളാണെന്ന്. ആരെ കാത്തു നിൽക്കണേ? മോഹനേഷൻ എന്ന് പേരുള്ള ഒരു വില്ലേജ് ഓഫീസർ ഉണ്ട്, അറിയോ? അയ്യോ, മോഹനൻ സാറിനെ അറിയാമോന്ന? ഈ നാട്ടിൽ സാറിന് അറിയാത്ത ആരാ ഉള്ളത്? നാട്ടിലെ കണ്ണിലുണ്ണിയല്ലേ സാറ്? മാന്യൻ, സത്യസന്ധൻ, പരസഹായി. പിന്നെ സാറിനെ എന്തിനു കാണുന്നത്? അത് സാറിനോട് മാത്രം പറയാൻ പറ്റുന്ന കാര്യവാ. എന്തായാലും എന്തെങ്കിലും ഒരു സൂചന തരാമല്ലോ. എന്താണ് പ്രശ്നം? ഞാനും മോഹനേഷൻ സാറും തമ്മിലുള്ള ഇടപാട് നിങ്ങളോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്ന മര്യാദയാണോ? ഞാൻ പറയില്ല. ഈ മോഹനൻ സാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാ? അതെന്ത് ചോദ്യവാ? ഞങ്ങൾ തമ്മിൽ കണ്ടതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഇടപാട് ഉണ്ടായത്. സംഗതി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കഷ്ടകാലത്തിന് മെനിങ്ങാന്ന് എന്റെ ഭർത്താവ് വിവരം അറിഞ്ഞു. അതോടെ വഴക്കായി ബഹളമായി. പുള്ളിക്കാർ ഒരു പ്രത്യേക ടൈപ്പാ. വെട്ടൊന്ന് മുറി രണ്ട്. എനിക്ക് വീട്ടിലെ സമാധാനം ഇല്ലാതായി. അന്ന് മുതൽ ഞാൻ മോഹനേഷൻ സാറിനെ വിളിക്കുക. സാർ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും. ഇനി അത് പറ്റില്ല. എന്റെ കുടുംബ സമാധാനം തിരിച്ചു കിട്ടണമെങ്കിൽ ഇനി ഇതേ വഴിയുള്ളൂ. സംഗതി ഇപ്പൊ ഞാൻ വിചാരിച്ചതിലും ഗൗരവമുള്ളതാണ്. എന്നാലും മോഹനൻ സാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. ഞാൻ സാറിന്റെ വീട്ടിലേക്ക് പോവാ. അത് വേണ്ട, അത് വേണ്ട, അത് ശരിയാവൂല. അതെന്താ? അല്ല, ഈ വീട്ടിൽ ആരെങ്കിലും വരുന്നതേ സാറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അത് പെണ്ണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമല്ല. ഇതിനു മുമ്പ് സാറിനെ കാണുന്നതിന് വേണ്ടി ഒരു സ്ത്രീ വീട്ടിൽ ചെന്നപ്പോ ഒലക്ക എടുത്ത് തലക്കിട്ട് അടിച്ചു കൊടുത്തു സാറിന്റെ ഭാര്യ. അതുകൊണ്ട് പെങ്ങൾ ഇപ്പൊ ഓടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് പോയേ പറ്റൂ. ഓ, ഞാനും മോഹനേഷൻ സാറും തമ്മിലുള്ള ഇടപാടില് അവർക്ക് എന്താ കാര്യം? അല്ല, അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. പിന്നെ ഈ മോഹനൻ സാറിനെ കണ്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നാ മതി. സാറ് കുറച്ച് കഴിയുമ്പോ ഇതുവഴി വരും. നോക്കി നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇനി നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലാം. അയ്യോ, ഇവിടുന്ന് എന്ത് ദൂരം? ദൂരോ? അയ്യോ, കൊറേ ദൂരമുണ്ട്. നടന്നൊന്നും പോവാൻ പറ്റൂല. ഞാനല്ലേ നടക്കുന്നത്. എന്താ തന്റെ പേരെന്ന് പറഞ്ഞ? എന്റെ പേര് ഉത്തമൻ. അപ്പോ ഉത്തമൻ പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടി എടുക്കാൻ നോക്ക്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. പിന്നെ ഒരുപാട് ദൂരമുണ്ട്, പോയിരിക്കണാണ് നല്ലത്. ഈശ്വരാ, ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. സാറിനെ വിളിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പറയാം. ഈ ഫോൺ ഇതെന്തോ പറ്റി? കുറച്ചു മുമ്പ് അവള് വിളിച്ചതാണെന്നല്ലേ പറഞ്ഞത്? ഈ മോനേട്ടന്റെ ഒരു കാര്യം, ഒരു ഫോൺ മര്യാദയ്ക്ക് വെക്കാൻ കൂടെ അറിഞ്ഞൂടാ.
ഹലോ ആ, ഹലോ ഹലോ മോനേഷ് സാറുണ്ടോ? ആ ആരാ? ഞാൻ ഉൽപ്പലാക്ഷന്റെ ഒരു ബന്ധുവാ. മോനേഷ് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കിട്ടണമായിരുന്നു. ആ, മോനേട്ടാ ഫോൺ. ആരാ? ആ ഉൽപ്ലാഷ് ചേട്ടൻ ഏതൊരു ബന്ധുവാ. നേരത്തെ സംസാരിച്ചിട്ട് ഈ ഫോൺ വെച്ചത് എങ്ങനെയായിരുന്നു? ഇത് മാറിയിരിക്കായിരുന്നു. ഞാനിപ്പോ കണ്ടോണ്ടി കോള് കിട്ടി. എന്താ കാണിക്കുന്നത്? ഇരിക്ക്. ഹലോ. ആ സാറേ ഞാനാണേ. എന്തോ അവരെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷേ ഒരു ഒത്തുതീർപ്പിനും വഴങ്ങുന്ന മട്ടേയല്ല സാറേ. സാറിനെ കണ്ട് ഇടപാട് തീർത്തിട്ടേ പോവുള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. എന്തിടപാടാന്ന് ചോദിക്കാത്തെന്താ? ഞാൻ ചോദിച്ചു, അവള് പറയണ്ടേ സാറേ. പക്ഷെ നേരായ വഴിക്കുള്ള ഇടപാടല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാറ് ശരിക്കും ആലോചിച്ച് നോക്കിയാണ്. അറിയാത്ത വല്ല അബദ്ധം സാറിന് പറ്റിയിട്ടുണ്ടോ? എന്ത് മതം? കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം എന്നാണ് അവൾ പറയുന്നത്. അവളുടെ ഭർത്താവ് അറിഞ്ഞതുകൊണ്ട് അത് പ്രശ്നമാക്കി എന്നാണ് അവൾ പറയുന്നത്. അതിനർത്ഥം സംഗതി പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യമാണെന്നല്ലേ? സാറിന് ഒരു ഓർമ്മയും കിട്ടുന്നില്ലേ? ഇല്ല. അവര് പേടുണ്ട്. അവള് സാറിന്റെ വീട്ടിലോട്ട് എടുത്തു പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എങ്ങോട്ടോ? ആ അതെ സാറേ, ഞാൻ തടയാ ഒരുപാട് നോക്കി. പക്ഷെ അവള് പറയാണ് ഇനി സാറിനെ കണ്ടിട്ടേ ഉള്ളൂ, അത് വീട്ടിലാണെങ്കിൽ വീട്ടിൽ വെച്ചത്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അവള് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. സാറേ, ഇനി അവിടെ നിൽക്കുന്നത് അപകടമാണ്. സാറ് എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവളെ വഴിയിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ അവൾ അങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വക്കീല് കാര്യം അറിയേ, സംഗതി വഷളാവുകയും ചെയ്യും. ശരി, ഞാൻ ഇറങ്ങാം. ഇറങ്ങാണോ ഇത്ര പെട്ടെന്നാ? പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ ചോറെടുത്തില്ല. ചോറെടുത്തോണ്ട് അവിടെ ചോരകളാവും. പേനവിടെ പേനവിടെ. ആ എന്താ മോനേട്ടാ? ഞാൻ ഇറങ്ങി. ഓരോ നേരത്ത് ഓരോന്നാണ്. നമസ്കാരം സർ. എന്നെ ഓർമ്മയുണ്ടോ? ഇവര് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ വിലാസിനെ സർ. ഇങ്ങോട്ട് ഫോൺ ചെയ്തത് ഞാനാ. സാർ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണല്ലേ? സാറ് വരാൻ താമസിച്ചാലോന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ പറയണ ശല്യപ്പെടുത്തരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്താ മോനേട്ടാ? എന്റെ പേര് വിലാസിനി. ആ ഞാനും മോനേഷ്ണ സാറും തമ്മിൽ ഒരു ചെറിയ ഇടപാടുണ്ട്. അതൊന്ന് തീർക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ ഒരു ഇടപാടുമില്ല. ഇവര് ഓരോന്ന് പറയുന്നത് കേട്ട് നീ വിശ്വസിക്കില്ലേ മാമേ? ഇടപാടില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇടപാടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ വെച്ച് സാർ എന്നെ കണ്ടത് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. എന്താ സംഭവം? വന്ന കാര്യം പറയൂ. സത്യഭാമ എന്നല്ലേ പേര്? അതെ. അല്ല. എന്റെ സത്യഭാമേ, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം താലൂക്ക് ഓഫീസിന്റെ ഫ്രണ്ടില് ഞാനൊരു ഓട്ടോയിൽ ചെന്ന് ഇറങ്ങി. എന്റെ കയ്യിൽ 500 രൂപയുടെ നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്തപ്പോ ആ ഓട്ടോക്കാരൻ ബഹളം തുടങ്ങി. 115 രൂപയാ കൊടുക്കാനുണ്ടായിരുന്നത്. 15 രൂപ ചില്ലറ തന്നേ പറ്റൂന്ന് അയാൾ. എന്റെ കയ്യിലില്ലാന്ന് ഞാൻ. സംഗതി ഒച്ചയും ബഹളം ഒക്കെ ആയി. ആ സമയത്താ മോനേഷ്ണ സാർ താലൂക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നത്. കാര്യം എന്താന്ന് ചോദിച്ച് സാർ ഇടപെട്ടു. എന്നിട്ട് ആ ഓട്ടോക്കാരനോട് സാർ ചൂടായി. ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് സാർ പോക്കറ്റിൽ നിന്ന് ഒരു 15 രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തു. ഓട്ടോക്കാരൻ എനിക്ക് ബാക്കി 400 രൂപയും തന്നു. സാറിന് 15 രൂപയുടെ കാര്യം ചോദിച്ചപ്പോ സാറ് പറഞ്ഞു അത് സാവകാശം തന്നാ മതിയെന്ന്.
എന്റെ സത്യഭാമേ, ഞാൻ ആ സംഭവം അങ്ങ് മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞ് എന്റെ ഭർത്താവ് എന്നോട് ആ പൈസ കൊടുത്തോന്ന് ചോദിച്ചപ്പോഴാ ഞാനത് ഓർക്കുന്നത്. പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞതോടെ വഴക്കായി. ഇന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞ എന്നെ വിട്ടത്. അതുകൊണ്ടാ ഞാനിങ്ങോട്ട് പോന്നത്. എന്താ വിലസിന്റെ ഭർത്താവിന്റെ പേര്? ബലരാമൻ. ഇവിടെ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ സ്ഥലമാറ്റമായി. ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോവും. അതിനു മുമ്പ് പൈസ കൊടുക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ. ഇതാ സർ പൈസ. അപ്പൊ ഞാൻ വരട്ടെ സർ. ആ പിന്നെ പരിചയപ്പെട്ടപ്പോഴാ സത്യഭാമയെ പറ്റി മനസ്സിലായത്. ഉത്തമൻ എന്ന് പറയുന്ന ഒരാള് വഴിയിൽ വെച്ച് എന്നോട് പറയുക സത്യഭാമ ഒരു പ്രശ്നക്കാരിയാണ്. എന്താ? വീട്ടിൽ വരുന്നവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉലക്കിയെടുത്ത് തലക്കടിക്കുന്ന ആളാ സത്യഭാമയെന്നാ അയാൾ പറഞ്ഞത്. മാന്യമായി ജീവിക്കുന്നവരെ പറ്റി അനാവശ്യം പറയാൻ അത്തരം ചിലരുണ്ടാവുമല്ലോ. അതെ അതെ ഉണ്ടാവും. സാരമില്ല, ഞാൻ വരട്ടെ. അതെ, എന്താ സംഭവം? എന്ത്? അല്ല, ഉത്തമന്റെ വിലാസിനടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നോട് ഞാൻ എങ്ങനെ അറിയണേ? ഈ ഉത്തമന്റെ തോന്നൊക്കെ എങ്ങനെ? ഉത്തമനെ വെച്ചിട്ടുണ്ട്. ഓർഡർ ഒന്നും പറയണ്ട, ഞാൻ ചോദിച്ചോളാം ഉത്തമനോട്. ഇപ്പൊ തന്നെ വിളിക്കാം. അതെന്താ? അതെ, ഇനിയിപ്പോ വിളിക്കാനൊന്നും പോണ്ട. കാര്യം പറ. ഞാൻ പറയാം. എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്താ അബദ്ധം? ഈ സപ്ലൈ ഓഫീസിലെ ഗോവിന്ദൻകുട്ടി പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അപ്പൊ തന്നെ എന്നെ ഡൈവോഴ്സ് ചെയ്ത് നീ പറഞ്ഞില്ലേ? അതിനിടെ വിലാസിനെ വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. എന്താ കാര്യം അറിയില്ലല്ലോ. ഈ വിലാസിന് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ച് ഉത്തമന്റെ ഒരു സഹായം ചോദിച്ചു. അതാ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. പക്ഷെ ഒലക്കയുടെ കാര്യമൊക്കെ ഉത്തമൻ കൈന്നിട്ട് പറഞ്ഞാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പാവം വില്ലേജ് ഓഫീസർ പേടി കൊണ്ട് ചെയ്തു പോയതാണ്. ആൾ വീരശൂര പരാക്രമിയാണെങ്കിലും പേരുദോഷം ഉണ്ടായേക്കാമെന്ന് കേട്ടാൽ തകർന്നു പോകുന്ന മനസ്സാണ് മോഹനകൃഷ്ണന്റേത്. എന്തായാലും കാര്യങ്ങൾ വലിയ ദോഷമൊന്നുമില്ലാതെ അവസാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.